ശരിക്കും അർജുനൻ മഹാഭാരതത്തിൻ്റെ മഹാനായകനും മഹായോദ്ധാവുമാണോ, അതോ ഇതെല്ലാം തള്ളുകളാണോ? കാലാകാലങ്ങൾ നമ്മൾ കേട്ടുവന്നതൊക്കെ ശരിയാണോ? അതുപോലെ തന്നെ മഹാഭാരതം റിലേറ്റഡ് ആയിട്ട് ചെയ്ത ഒരുപാട് കണ്ടന്റുകളുടെ താഴെ ഞാൻ കണ്ടൊരു കമൻ്റാണ്, പല യോദ്ധാക്കളുടെയും പകുതി പോലുമില്ല അർജുനൻ. പിന്നെ എന്തുകൊണ്ട് ഇയാളെ ഇത്രയും മഹായോദ്ധാവായി വാഴ്ത്തപ്പെടുന്നു? ഈ ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ചില ആളുകളുടെ സഹായം തേടി. ഏകദേശം 11 കൊല്ലത്തോളം മഹാഭാരതത്തിലുള്ള ഒരു കമ്പം മൂത്തിട്ട് ഇതിനെക്കുറിച്ച് നല്ലതുപോലെ റിസർച്ച് ചെയ്ത ചില ആളുകൾ, KMG, ബോറി, വ്യാസഭാരതം, ഇതെല്ലാം റിസർച്ച് ചെയ്ത ആളുകളാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില യോദ്ധാക്കളെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പം നിങ്ങൾക്ക് പ്രതിമാസം ഒരു 2000 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു റിട്ടേൺ കിട്ടുന്ന NF വന്നിട്ടുണ്ട്. അതാണ് കാനറ HSBC ലൈഫ് ഇൻഷുറൻസിൻ്റെ മിഡ് ക്യാപ് 150 മൊമെൻറ്റം 50 ഇൻഡെക്സ് ഫണ്ട്. ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള 3 ബ്രാൻഡുകളുടെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. 4ാമത്തെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കായിട്ടുള്ള കാനറ ബാങ്കിന് 51% ഇവിടെ ഷെയർ ഉള്ളത്. അതുപോലെ തന്നെ HSBC ഇൻഷുറൻസ് ഹോൾഡിംഗ് ലിമിറ്റഡിന് 26%, പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഏകദേശം 23% ഇവിടെ ഷെയർ ഉള്ളത്. 31 മാർച്ച് 2023 വരെയുള്ള ഇവരുടെ ഒരു സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് 252%. ഇത് ഇവരുടെ സ്റ്റെബിലിറ്റിയും സ്ട്രെങ്തും തന്നെയാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, തുടർച്ചയായി 11 വർഷങ്ങളിൽ ഇവർക്ക് പ്രോഫിറ്റും തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ മാസം 30 വരെ മാത്രമേ ഇതെടുക്കാനായിട്ടുള്ള ടൈം നിങ്ങൾക്കുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് 150 മൊമെൻറ്റം 50 എന്ന ഈ ഒരു NFO കഴിഞ്ഞ 5 വർഷങ്ങളിലായി 29.4%, അതുപോലെ 10 വർഷങ്ങളിലായി 26.9% റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇൻഡെക്സ് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ NFOയിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള റിട്ടേൺസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നിഫ്റ്റി മിഡ് ക്യാപ് 150 മൊമെൻറ്റം 50 ഫണ്ടിൽ 2014 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം 11 മടങ്ങായി നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടിയേനെ. ഇത് NRI സുഹൃത്തുക്കൾക്കും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. പ്രതിമാസം 18,000 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 2 കോടി വരെ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ മാസം 30 വരെ മാത്രമേ ഇതെടുക്കാനായിട്ടുള്ള ടൈമുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. നേരത്തെ ഞാൻ കർണനെയും അർജുനനെയും കുറിച്ച് ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ആർക്കും ഒരു മുൻതൂക്കം കൊടുക്കാതെ പ്രോപ്പറായിട്ട് അൺബയാസ്ഡ് ആയിട്ട് രണ്ടുപേരുടെയും ഗുണങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് അനലൈസ് ചെയ്തായിരുന്നു. അതിൽ ഇന്ന ആളാണ് ടോപ്പ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് റൂത്ത്ലെസ്നെസ്, ക്ഷത്രിയന്മാരുടെ യുദ്ധത്തിനെ നോക്കിക്കാണുന്ന രീതിയുടെ പുറത്ത് കർണൻ കുറച്ച് മേളിലേക്ക് വരും എന്നുള്ള രീതിക്കാണ് ഞാൻ ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചത്. പക്ഷേ അതിനുശേഷം അതുപോലെ തന്നെ ദ്വാപര യുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവ് കർണനാണ്, കർണനെ വെല്ലാൻ ആരുമില്ല, അങ്ങനെ മറ്റുള്ള ഒരുപാട് യോദ്ധാക്കളെ പറഞ്ഞിട്ട് അർജുനനെ വളരെ മോശക്കാരനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്തുകൊണ്ട് ഇയാളെ ഇത്രയും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വോറിയർ ആണെന്നൊക്കെ പറയുന്നു? ഈ ഒരു കഥയുടെ, മഹാഭാരത കഥയുടെ മെയിൻ ഹീറോസിൽ ഒരാളായി കണക്കാക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ആ ധനുസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ വില്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. 1, അർജുനൻ്റെ ഗാന്ധീപമാണോ കർണൻ്റെ വിജയധനുസാണോ ശ്രേഷ്ഠം? 2, കർണൻ്റെ വിജയധനുസ് പരമശിവൻ ഉപയോഗിച്ച ധനുസാണെന്ന് പറയുന്നുണ്ട് ചിലർ. അതെന്തെങ്കിലും കാര്യമുണ്ടോ? 3, എന്തിന് അർജുനൻ ഗാന്ധീപം ഉപയോഗിച്ചു യുദ്ധം മുഴുവനും? അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗാന്ധീപമാണോ അതോ വിജയമാണോ ശക്തമായിട്ടുള്ള ധനുസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് തന്നെ പറയാം. ഒരു സ്ഥലത്ത് ഞാൻ കണ്ട ഒന്നാണ്, കർണൻ്റെ വില്ലായിട്ടുള്ള വിജയം പല പോലത്തെ വില്ലാണ്. ആ വില്ലിന് മുന്നിൽ ഭീമസേനൻ ഭയന്നുവെന്ന് എവിടെയോ വായിച്ചായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ കർണൻ്റെ വില്ലല്ല പന പോലത്തെ വില്ലെന്ന് പറയുന്നത്, അത് ഗാന്ധീപമാണ് പന പോലത്തെ വില്ലെന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് ഞാനോ മറ്റാരോ അല്ല. ശത്രുക്കളാണെങ്കിൽ പോലും ശത്രുക്കളുടെ കഴിവിനെ ബഹുമാനിക്കാൻ കഴിവുള്ള ഒരാൾ മഹാഭാരതത്തിലുണ്ടായിരുന്നു. അതാണ് സുയോധനൻ. ദുര്യോധനൻ എന്ന യോദ്ധാവിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. തൻ്റെ എതിരെ നിൽക്കുന്നവന് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ദുര്യോധനൻ അക്സെപ്റ്റ് ചെയ്യും. ദുര്യോധനൻ അർജുനനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അർജുന, നിൻ്റെ കൂടെയുള്ള കൃഷ്ണൻ എത്രത്തോളം ശ്രേഷ്ഠനാണെന്ന് എനിക്കറിയാം. നിൻ്റെ കയ്യിലുള്ള പന പോലത്തെ ഗാന്ധീപം. ദുര്യോധനൻ പറയുന്നതാണ്, വ്യാസമഹാഭാരതത്തിൽ ദുര്യോധനൻ പറയുന്നതാണ്, നിൻ്റെ കയ്യിലുള്ള പന പോലത്തെ ഗാന്ധീപം
ആ ഗാണ്ഡീവത്തിൻ്റെ കീർത്തി എത്രയാണെന്ന് എനിക്കറിയാം. അത് എത്രത്തോളം ശക്തമായിട്ടുള്ള ആയുധമാണെന്ന് എനിക്കറിയാം. അടുത്തതാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ദുര്യോധനൻ പറഞ്ഞ കാര്യമാണ്, നിനക്ക് സമാനമായി മറ്റൊരു യോദ്ധാവ് ആര്യാവർത്തത്തിലില്ല എന്നും എനിക്കറിയാം. ദുര്യോധനൻ പറയുന്നുണ്ട്, ആ ക്വാളിറ്റി നമ്മൾ കാണണം. ശത്രുവിനെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിക്കുമ്പോൾ പോലും അവൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് എന്നാലും നിന്നെ പുല്ലാണടാ എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം. അടുത്ത ഡയലോഗാണ് ദുര്യോധനൻ്റെ. ഇതൊക്കെ നിൻ്റെ ഉണ്ടായിട്ടും നിൻ്റെ രാജ്യം ഞാനാ ഭരിക്കുന്നേ. നീ 13 വർഷം കരഞ്ഞ് കരഞ്ഞ് നടന്നപ്പോൾ അന്തസ്സായിട്ട് നിൻ്റെ രാജ്യം ഞാൻ ഭരിച്ചു. തൻ്റെ കൂട്ടുകാരനാണ് കർണൻ. എന്നിട്ട് പോലും അർജുനന് സമാനമായി മറ്റൊരു യോദ്ധാവില്ല എന്ന് ദുര്യോധനൻ പറയുന്നുണ്ട്. അതങ്ങോട്ട് മാറ്റി നിർത്തിക്കേ. പക്ഷേ ഗാണ്ഡീവത്തെ പന പോലത്തെ ഗാണ്ഡീവം എന്ന് ദുര്യോധനൻ വിളിച്ചു. അപ്പോൾ പന പോലത്തെ വില്ല്, അതായത് അത്രത്തോളം ശക്തമായിട്ടുള്ള വില്ലെന്ന് പറയുന്നത് വിജയത്തെയല്ല, ഗാണ്ഡീവത്തെയാണ്. അപ്പോൾ കർണൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു വിജയധനുസ്സോ അത് ശരിക്കും മഹാദേവൻ ഉപയോഗിച്ച വില്ലാണോ? അല്ല, മഹാദേവൻ ഉപയോഗിച്ച വില്ലല്ല. ആ വില്ല് ഉപയോഗിച്ചിരിക്കുന്നത് ദേവേന്ദ്രനാണ്. ഇനി അടുത്ത ചോദ്യം, ശരിക്കും അർജുനൻ്റെ കയ്യിൽ, ക്ഷമിക്കണം, കർണൻ്റെ കയ്യിരിക്കുന്ന വിജയധനുസ്സാണോ ദേവേന്ദ്രൻ ഉപയോഗിച്ചിരിക്കുന്നത്? അതടുത്ത ചോദ്യമാണ്. കാരണം വ്യാസമഹാഭാരതത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും കർണൻ ഈ പറഞ്ഞത് സത്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം മഹാഭാരതത്തിൽ അർജുനൻ്റെ ഗാണ്ഡീവത്തിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സെക്കൻഡായിട്ടുള്ളൊരു വില്ലുണ്ട്. ആ വില്ലിരിക്കുന്നത് കർണൻ്റെ കയ്യിലല്ല. ആ വില്ലിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ അളിയനായിട്ടുള്ള രുക്മിയുടെ കയ്യിലാണ്. രുക്മി എത്രയോ വർഷം ഗന്ധമാദന പർവ്വതത്തിൽ പോയിട്ട് ധനുർവിദ്യ അത്രയും പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് നേടിയൊരു വില്ലുണ്ട്. ആ വില്ലിൻ്റെ പേരാണ് ഐന്ദ്രം. ഐന്ദ്രം എന്ന് പറയുന്ന വില്ലാണ് ഇന്ദ്രൻ ഉപയോഗിച്ച വില്ല്. ഐന്ദ്രം എന്ന് പറയുന്ന വില്ലിന് മറ്റൊരു പേരും കൂടെയുണ്ട്. എന്താണ് ആ പേര്? ഐന്ദ്രം എന്ന് പറയുന്ന വില്ലിൻ്റെ പേര് വിജയം. അപ്പോൾ മഹാഭാരതത്തിൽ 2 വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും കർണൻ്റെ കയ്യിലിരിക്കുന്ന വിജയം അതാണോ ഒറിജിനൽ വിജയം? രുക്മിയുടെ കയ്യിലിരിക്കുന്ന വിജയം അതാണോ ഒറിജിനൽ വിജയം? ഇനിയിപ്പോൾ രുക്മിയുടെ കയ്യിലിരിക്കുന്ന വില്ല് കർണന് കൊടുത്തതാണെന്ന് നമുക്ക് പറഞ്ഞാലോ? അതെങ്ങനെ ശരിയാവും? കർണൻ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കർണൻ്റെ കയ്യിലിരിക്കുന്ന വിജയധനുസ് പരശുരാമൻ അദ്ദേഹത്തിന് നൽകിയ വിജയധനുസ്സാണ്. തൻ്റെ ഗുരുവായിട്ടുള്ള ഭാർഗവരാമൻ തനിക്ക് നൽകിയിട്ടുള്ള വില്ലാണ്. ശരിയാണ്, പരശുരാമൻ കൊടുത്ത വില്ല് തന്നെയാണ്. പരശുരാമൻ കൊടുത്ത വില്ല്, ഈ വില്ല് കൊണ്ടാണ് ഭഗവാൻ പരശുരാമൻ 21 തവണ ക്ഷത്രിയന്മാരെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്തത് എന്ന് കർണൻ പറയുന്നുണ്ട്. അതടുത്ത തെറ്റാണ്. 21 തവണ ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിച്ച വില്ലല്ല കർണൻ്റെ കയ്യിലിരിക്കുന്നത്. ഇവിടെ നമുക്ക് രാമായണത്തിൻ്റെ റെഫറൻസ് ഒന്ന് എടുക്കേണ്ടിയിരിക്കുന്നു. മഹാഭാരതവും രാമായണവും ഇന്ത്യൻ ഇതിഹാസം യൂണിവേഴ്സ്. അയ്യയ്യു, അതുകൊൾ. അപ്പോൾ അടുത്തത് അയ്യയ്യു അല്ല. അപ്പോൾ അടുത്തത് രാമായണത്തിലെ ആ ഒരു സെക്ഷൻ. നമുക്കറിയാം, പരശുരാമനും ശ്രീരാമനും കൂടെ രാമായണത്തിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ശ്രീരാമചന്ദ്രൻ മഹാദേവൻ്റെ വില്ലായിട്ടുള്ള ത്രയംബകമെടുത്ത് കുലച്ച് ആ ത്രയംബകം ഒടിഞ്ഞു പോകുന്നുണ്ട്. ആ ത്രയംബകം എന്ന് പറയുന്ന വില്ല്, ആ ശിവധനുസ്, ആ ശിവജാപം, ശൈവജാപം, ആ ശൈവജാപം കുലച്ച് ശൈവജാപം ഒടിഞ്ഞ ശബ്ദം കേട്ടിട്ട് ദേഷ്യപ്പെട്ട് പരശുരാമൻ വരുന്നുണ്ട്. തൻ്റെ ഗുരുവായ പരമശിവൻ്റെ വില്ല് നീ ഒടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടാണ് വരുന്നത്. ആ ശബ്ദം കേട്ടിട്ട് എൻ്റെ തപസ്സിന് ഭംഗം വന്നു എന്നും പറഞ്ഞ് അവർക്കിടയിലൊരു സംസാരമുണ്ടാകുന്നുണ്ട്. ഇവർക്കിടയിൽ ഈ സംവാദമുണ്ടായതിനു ശേഷം പരശുരാമൻ ഈ വില്ലെടുത്ത് ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ടെസ്റ്റല്ല, അവിടെ വേറൊരു വാക്കാണ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് പരശുരാമൻ പറയുന്നുണ്ട്, ഈ വൈഷ്ണവജാപം ഉപയോഗിച്ചുകൊണ്ടാണ് 21 തവണ ഞാൻ ഭൂമിയിൽ നിന്ന് ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തത്. അപ്പോൾ പരശുരാമൻ്റെ കയ്യിരിക്കുന്ന വില്ല് 21 തവണ ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിച്ച വില്ലല്ലേ? അത് തന്നെയല്ലേ കർണന് കൊടുത്തത്? ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ശ്രീരാമചന്ദ്രൻ ഈ വൈഷ്ണവജാപത്തിൽ രാമബാണം തൊടുത്തത് കണ്ടിട്ട് ഒരുപാട് ഇംപ്രസ്ഡായി പരശുരാമൻ ശ്രീരാമനെ വാഴ്ത്തിപ്പാടിയിട്ട് ഈ വൈഷ്ണവജാപം ശ്രീരാമൻ്റെ കയ്യിൽ ഏർപ്പിച്ചിട്ടാണ് മഹേന്ദ്രഗിരിയിലേക്ക് പോകുന്നത്. അതായത് 21 തവണ ക്ഷത്രിയന്മാരെ കൊല്ലാൻ ഉപയോഗിച്ച ആ വൈഷ്ണവജാപം ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പരശുരാമൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ്, എന്താ പറയുക, ആ യുഗം കഴിഞ്ഞിട്ടാണ് അടുത്ത യുഗത്തിലല്ലേ കർണൻ വരുന്നത്. അപ്പോൾ കർണൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്ന 21 തവണ ക്ഷത്രിയന്മാരെ കൊല്ലാൻ പരശുരാമൻ ഉപയോഗിച്ച വില്ല് ശ്രീരാമൻ്റെ കൊടുത്തിട്ട് പോയി. ശ്രീരാമൻ എന്നിട്ട് അത് എന്ത് ചെയ്തെന്നറിയോ? വരുണദേവനെ ആ വില്ല് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതേ വരുണദേവൻ തന്നെയാണ് ഗാന്ധീവവും സൂക്ഷിച്ചിരുന്നത് കേട്ടോ. കർണൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് പരശുരാമൻ്റെ വില്ല് തന്നെ ആയിരിക്കണം. പക്ഷേ 21 തവണ ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിച്ച് ശക്തമായിട്ടുള്ള ആ ഒരു വില്ലല്ല കർണൻ്റെ കയ്യിരിക്കുന്നത്. അത് കർണൻ ചുമ്മാ പറഞ്ഞതായിരിക്കും, കർണൻ്റെ കോൺഫിഡൻസിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും,
ഗാന്ധീവത്തെപ്പോലെ ശക്തമായിട്ടുള്ള വില്ലല്ല കർണൻ്റെ കയ്യിലിരിക്കുന്നത്. എന്നിട്ടും കർണൻ ആ വില്ല് കൊണ്ട് കാണിക്കാവുന്ന പരാക്രമങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം അയാളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന പരാക്രമങ്ങളെല്ലാം അയാൾ ആ യുദ്ധഭൂമി കാണിച്ചിട്ടുണ്ട്. നമ്മൾ തള്ളിക്കളയാനൊന്നും പാടില്ല. അത് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, ഗാന്ധീവം എന്തിന് അർജുനന് കൊടുത്തു? കാരണം അധികം ആളുകൾക്കറിയാത്തത്, സീരിയലിൽ കാണിക്കാത്തതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അർജുനന് നല്ല ആരോഗ്യമാണ്, നല്ല പവറാണ് അർജുനന്. അയാളുടെ കൈക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ശക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. പരമശിവനുമായിട്ട് മുഷ്ടിയുദ്ധം നടത്തിയിട്ടുണ്ട് അർജുനൻ. അത്രത്തോളം ഫിസിക്കലി ഫിറ്റായിരുന്നു അർജുനൻ. അങ്ങനത്തെ അർജുനൻ സാധാരണ വില്ലുകൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് പല തവണകളിലായിട്ട് വില്ലുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. വില്ലിൻ്റെ ഞാൻ പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള അർജുനൻ്റെ ഫിസിക്കൽ സ്ട്രെങ്തിനെ വിക്സ്റ്റാൻഡ് ചെയ്യാനായിട്ട്, കാരണം ഒരു വലിയ ദൗത്യത്തിനാണ് പോകുന്നത്, അപ്പോൾ പകുതിക്ക് വെച്ച് വില്ലൊടിഞ്ഞു പോയാൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ആയുധം വേണം എന്നുള്ളതും കൂടെ കൊണ്ടാണ് പന പോലത്തെ ഗാന്ധീവം അർജുനന് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ അർജുനനത് നല്ലതുപോലെ കുലച്ചുപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഈ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഹാരഥനായ അർജുനൻ എപ്പോഴോ വില്ല് വലിച്ചു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ലാതെ അതിശക്തമായിട്ടുള്ള ഗാന്ധീവത്തിൻ്റെ ഞാൻ പൊട്ടിച്ച 2 ശ്രേഷ്ഠന്മാരായിട്ടുള്ള യോദ്ധാക്കളും ഉണ്ട് കേട്ടോ. 1 അശ്വത്ഥാത്മാവ്, 2 മഹാരഥനായ കർണൻ. ഇവർ രണ്ടുപേരും മാത്രമേ അർജുനനല്ലാതെ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ കർണൻ മോശക്കാരനെന്നല്ല, അത്രയും ദൈവികമായിട്ടുള്ള ശക്തമായിട്ടുള്ള പല പോലത്തെ ഗാന്ധീവത്തിൻ്റെ ഞാൻ പൊട്ടിക്കണമെങ്കിൽ അത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നു. അപ്പോൾ പലയിടങ്ങളിലായി കേൾക്കുന്ന മറ്റൊരു കാര്യവും കൂടെ ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് പറഞ്ഞേക്കാം. ശരിക്കും വിജയധനുസ് പരമശിവൻ ഉപയോഗിച്ച ധനുസാണോ? അല്ല. പരമശിവൻ ആകപ്പാടെ 2 ധനുസാണ്. പരമശിവൻ്റെ ധനുസെന്ന് പറഞ്ഞ് പറയപ്പെടുന്ന ഒന്ന് വിശ്വകർമാവ് പരമശിവന് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ത്രയംബകം. ആ ത്രയംബകം വളരെ കുറച്ച് സമയങ്ങളിൽ, ഏതോ ചെറിയ ഇൻസ്റ്റൻസിൽ മാത്രമേ പരമശിവൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പരമശിവൻ്റെ വില്ലെന്ന് പറയുന്നത് പിനാകമാണ്. ഈ പിനാകം എന്ന് പറയുന്ന വില്ല് തന്നെയാണ് പരമശിവൻ്റെ ഇച്ഛപ്രകാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ത്രിശൂലമായി മാറുന്നതും, അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബഹുവർണ്ണ നിറത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സർപ്പമായി മാറുന്നതും. അപ്പോൾ ഇത് രണ്ടുമാണ് പരമശിവൻ്റെ വില്ലുകളെന്ന് പറയുന്നത്, ത്രയംബകം, പിനാകം. ത്രയംബകം ഒരു സമയത്ത് വെച്ച് പരമശിവൻ ഒരാവശ്യത്തിനു വേണ്ടി കൊടുക്കുകയുണ്ടായി. പരമശിവൻ്റെ വില്ലെന്ന് പറയുന്നത് പിനാകമാണ്. അപ്പോൾ പിനാകം അല്ലാതെ വിജയമെന്ന് പറയുന്ന ധനുസ് പരമശിവൻ ഉപയോഗിച്ചിട്ടില്ല. അത് ആരോ പറഞ്ഞുണ്ടാക്കിയ കഥ മാത്രമാണ്. അടുത്തത്, അർജുനനെ പല സന്ദർഭങ്ങളിലും മോശക്കാരനായിട്ടും സ്ത്രീലമ്പടനുമായിട്ടുള്ള ഒരാളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നാട് നീളെ പെണ്ണ് കെട്ടി കിടക്കുന്ന ഒരാളെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരന് 4-5 ഭാര്യമാരുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ആൾ വളർന്നു വന്ന സമയത്ത് ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ, ഈ ഡീസൻസി നമുക്കറിയാമല്ലോ, ഈ ഡീസൻസി കൂടിപ്പോയാലും പ്രശ്നമാണ്. ரொம்ப நல்லவனாக இருக்கக்கூடாതെന്ന് രജനീകാന്ത് പറയാറില്ലേ? അത് പല സമയങ്ങളിലും അർജുനന് വിനയായിട്ടുണ്ട്. അതായത് ഇപ്പം എന്താണ്, അയ്യോ എൻ്റെ അമ്മാവന്മാർ, അയ്യോ എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ, അവരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്, ഞാൻ വില്ലെടുത്താൽ എൻ്റെ കൈ ഉറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഡേയ് എന്തുവാടേ, ആയുധം, നീ ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യുക എന്നുള്ളത് നിൻ്റെ ധർമ്മമാണ്, വില്ലിടവാ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണന് പോലും ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു പോകും നമ്മൾ, കർണൻ, ഭീമൻ, ഭീഷ്മർ ഇവരൊക്കെ അർജുനന് മേളിൽ പോകും. കാരണം ഇവർക്കൊക്കെ യുദ്ധം ചെയ്യാനിറങ്ങിയ വെട്ടൊന്ന് തുണ്ടനുണ്ടാണ് എന്നും പറഞ്ഞ് അത് നമുക്ക് പിന്നെ പറയാം. കർണൻ്റെ ഒരു കാര്യമുണ്ട്, നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അടുത്തത് ഡീസൻസി നമ്മുടെ അർജുനൻ്റെ. ഇവർ അരക്കില്ലം കത്തിയതിന് ശേഷം, ചെറുപ്പകാലത്തെ അരക്കില്ലം കത്തിയതിന് ശേഷം അമ്മയും 5 മക്കളും കൂടെ നാട് വിട്ടു പോകുന്നുണ്ടല്ലോ രഹസ്യമായിട്ട്. ഈ സമയത്ത് ഒരു ദിവസം രാത്രി ഒരു ഗന്ധർവൻ ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഗന്ധർവൻ്റെ പേര് അങ്കാരവർണ്ണൻ എന്നാണ്. ഈ അങ്കാരവർണ്ണൻ ഇവരെ അറ്റാക്ക് ചെയ്തപ്പോൾ അങ്കാരവർണ്ണൻ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ അർജുനൻ തൻ്റെ കയ്യിലുള്ള തീപ്പന്തം കൊണ്ട് തടഞ്ഞു എന്നാണ് പറഞ്ഞത്. തീപ്പന്തം കൊണ്ട് ആ അസ്ത്രങ്ങളിൽ നിന്ന് തൻ്റെ സഹോദരന്മാരെയും അമ്മയെയും അർജുനൻ ഡിഫെൻഡ് ചെയ്തു. എന്നിട്ട് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചാണ് ആ ഒരു ഗന്ധർവനെ കീഴ്പ്പെടുത്തിയത്. സോ വാട്ട് അല്ലേ? ഒരു ഗന്ധർവനെ കീഴ്പ്പെടുത്തിയത് എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാത്രിയാണ് അങ്കാരവർണ്ണൻ അർജുനനെ ആക്രമിച്ചത്. ഈ ഗന്ധർവന്മാർക്ക് രാത്രി ശക്തി കൂടും. അത്രയും ശക്തി കൂടിയ ഗന്ധർവനെ ഒരാൾക്ക് എതിർക്കാൻ കഴിയണമെങ്കിൽ അയാൾ അത്രത്തോളം ബ്രഹ്മചര്യ ക്വാളിറ്റിയുള്ള ആളായിരിക്കണം, അത്രത്തോളം ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കണം. അർജുനൻ ചെറുപ്പകാലത്തിൽ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ച ആളാണ്. നമ്മുടെ പല കഥകളിലും പറയാറുണ്ട്, തോഴിമാരുമായിട്ട് ഡിംഗോൾഫിക്കേഷന് പോയിട്ടുള്ള രാജാക്കന്മാരുടെ കഥയെല്ലാം കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടികൾക്കും അർജുനൻ പോയിട്ടില്ല. അർജുനന് മനസ്സിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ ഒരു ബ്രഹ്മചര്യ വ്രതം ഉള്ളതുകൊണ്ട് തന്നെയാണ് അന്ന് ഗന്ധർവനെ അർജുനന് നേരിടാൻ കഴിഞ്ഞത്. കല്യാണത്തിന് ശേഷം അർജുനൻ
ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ച ബ്രഹ്മചാരിയായിരുന്നു. പിന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ ദ്രൗപദി സ്വയംവരത്തിൽ പോകുമ്പോൾ അർജുനന് ഈ ഒരു അവിടെ വെച്ചിരുന്ന ധനുസ്സുണ്ടല്ലോ, ആ ധനുസ് എടുത്ത് പ്രയോഗിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു എന്നും. ഒരുപാടും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ആ ധനുസ്സെടുത്ത് പൊക്ക മാത്രമല്ല അർജുനൻ ചെയ്തത്, ആ ധനുസ്സെടുത്ത് പൊക്കി ആ ധനുസ് വളച്ച് പിടിച്ച് കെട്ടുകയാണ് ചെയ്തത്. കാരണം ഈ വില്ലുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ ഞാൻ കെട്ടി വെച്ചേക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ അഴിച്ചാണ് വെച്ചേക്കുന്നത്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പാണ് അവർ വലിച്ച് ഞാൻ കെട്ടുന്നത്. അത് ആ സമയത്ത് അത്രയും ശക്തമായിട്ടുള്ള ആ വില്ലെടുത്ത് വളച്ച് പിടിച്ചാണ് അർജുനൻ ഞാൻ കെട്ടുന്നത്. അത്രയും ശക്തിയോടുകൂടി വലിച്ചു പിടിച്ചേക്കുന്ന ഈ വില്ലൊക്കെ അനായാസം ഉപയോഗിക്കുന്ന ഭീഷ്മർ, അർജുനൻ, അഭിമന്യു, കർണൻ, ഇവരുടെയൊക്കെ കൈയുടെ ആരോഗ്യം ആലോചിക്കണം കേട്ടോ. ഇത്രയും എഫിഷ്യൻ്റായിട്ട് വലിച്ചു വിടുക അവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ബാഹുബലമുള്ള ആളുകളായിരുന്നു അവരൊക്കെ. അതിപ്പോൾ കർണന് ഒട്ടും വർക്കൗട്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വില്ല് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല കൈക്കരുത്ത് വേണം. അപ്പോൾ ഇതൊക്കെ ചിലത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യാസമഹാഭാരതം സംഘടിപ്പിച്ചൊന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ വ്യാസമഹാഭാരതത്തിൽ ഒരുപാട് വായിച്ച് അതിനെക്കുറിച്ച് നല്ല പിടുത്തമുള്ള ആളുകളുമായിട്ടൊന്ന് സംസാരിച്ചൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെ വ്യാസമഹാഭാരതത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ കേട്ടതാണ്, ദ്വാപര യുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവാണ് കർണൻ. കർണനെ കടത്തിവെട്ടാൻ കഴിയുന്ന ഒരു യോദ്ധാവ് ദ്വാപര യുഗത്തിലില്ല. നിങ്ങൾ ആലോചിക്കണം, ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, അശ്വത്ഥാമാവുണ്ട്, ദുര്യോധനൻ എന്ന് പറയുന്നൊരു യോദ്ധാവുണ്ട്, ഭീമസേനൻ എന്ന് പറയുന്നൊരു യോദ്ധാവുണ്ട്, അഭിമന്യു എന്ന് പറയുന്നൊരു യോദ്ധാവുണ്ട്, സത്യകി എന്ന് പറയുന്നൊരു യോദ്ധാവുണ്ട്, അർജുനൻ എന്ന് പറയുന്നൊരു യോദ്ധാവുണ്ട്, പ്രദ്യുമ്നൻ എന്ന് പറയുന്നൊരു യോദ്ധാവുണ്ട്, കൃപാചാര്യൻ എന്ന് പറയുന്നൊരു യോദ്ധാവുണ്ട്. അപ്പം ഇത്രയും മഹാരഥന്മാരുണ്ടായിട്ട് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട് ദ്വാപര യുഗത്തിൽ കർണനെ കാട്ടിയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളില്ല എന്ന്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയേണ്ടിയിരിക്കുന്നു. കർണൻ, ഒരൊറ്റ ചോദ്യം, കർണൻ രാവണനെ കാട്ടിയും ടോപ്പാണോ? ആണോ അല്ലയോ? ഒരിക്കലുമല്ല. കാരണം കർണനെ കാട്ടിയും ജ്ഞാനം, തപശക്തി, കഴിവുകൾ, ബാഹുബലം, ഇത്രയും കാര്യങ്ങൾ രാവണന് കൂടുതലാണ്. ആണേ? ഒരിക്കലും നമുക്കല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നും കൂടെ ഒന്ന് സിമ്പിളാക്കിയിട്ട്, രാവണന് 2 ആൺമക്കളുണ്ടല്ലോ, അതികായൻ അതുപോലെ ഇന്ദ്രജിത്ത്, ഇവരെക്കാട്ടിയും ശക്തനാണോ കർണൻ? ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കർണൻ മഹാരഥനാണ് അല്ലേ. ഈ ഇന്ദ്രജിത്ത് അതിമഹാരഥനാണ്. മഹാരഥനെക്കാട്ടിയും ടോപ്പ് റാങ്കുള്ള ആളാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ തോൽപ്പിച്ച ആളുമാണ് ഇന്ദ്രജിത്ത്. ഓക്കെ. ഈ രാവണൻ ഒരിക്കൽ നിവാത കവചന്മാരെന്ന് പറയുന്ന അസുരന്മാരുമായിട്ട് ഏറ്റുമുട്ടുകയുണ്ടായി. ഈ നിവാത കവചന്മാരെന്ന് പറയുന്ന അസുരന്മാർ കടലിനടിയിലുള്ള അവരുടെ വലിയ കൊട്ടാരത്തിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. ഈ നിവാത കവചന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ശക്തിയിലും കായബലത്തിലും കഴിവിൻ്റെയും കാര്യത്തിൽ തുല്യരായിട്ടുള്ള ആളുകളായിരുന്നു. 1 വർഷത്തിലേറെയാണ് രാവണൻ നിവാത കവചന്മാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. അവസാനം രാവണന് നിവാത കവചന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. നിവാത കവചന്മാരെ രാവണന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. രാവണൻ്റെ കയ്യിലാണോ ആയുധങ്ങൾക്ക് കുറവ്? ഒരിക്കലുമല്ല. അയാളുടെ ആയുധം എന്താ പറയുക, അയാളുടെ ഭുജങ്ങൾ തന്നെ ധാരാളമാണ് ആയുധമായിട്ട്. ഈ രാവണനും രാവണൻ്റെ മക്കളായിട്ടുള്ള ഇന്ദ്രജിത്തൊക്കെ ജനിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു നിവാത കവചന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ പ്രചണ്ഡമായിട്ടുള്ള രാവണൻ്റെ സൈന്യമുണ്ട്. ആ സൈന്യവുമായിട്ടാണ് രാവണൻ നിവാത കവചന്മാരുമായിട്ട് ഏറ്റുമുട്ടിയത്. 1 വർഷമെടുത്തിട്ടും രാവണന് തൻ്റെ സൈന്യബലം വെച്ചിട്ട് നിവാത കവചന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിവാത കവചന്മാരെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവസാനം രാവണൻ അവരുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് വരികയാണ് ചെയ്തത്. ഈ നിവാത കവചന്മാർ കാലങ്ങൾക്ക് ശേഷം, കാലങ്ങളായിട്ട് ആർക്കും തോൽപ്പിക്കാൻ പറ്റാതെ ഇങ്ങനെ കടലിനടിയിൽ തന്നെ ജീവിച്ചു. ഈ നിവാത കവചന്മാരെയാണ് അർജുനൻ തൻ്റെ ഗാന്ധീപത്തിൻ്റെ സഹായത്തോടു കൂടിയും ദിവ്യമായിട്ടുള്ള ആയുധങ്ങളുടെ സഹായത്തോടു കൂടിയും 1 രാത്രിയും 1 പകലും കൊണ്ട് തീർത്തത്. അർജുനനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അർജുനൻ ഒരു കഴിവില്ലാത്തവനാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല കർണൻ അർജുനന് മേളിലാണെന്ന്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദ്വാപര യുഗത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള യോദ്ധാവാണ് കർണൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരാൾ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഭയങ്കര ശാന്തനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാവരും അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി ഒരുപാട് വാഴ്ത്താറുണ്ട്, ഒരു നല്ലൊരാൾ, സന്യാസിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സന്യാസി ഒരിക്കൽ മഹാഭാരതത്തിൽ ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ആ ഒരു സന്യാസി പറയുന്നുണ്ട്, മനുഷ്യന്മാർക്കിടയിലും ദൈത്യന്മാർക്കിടയിലും ദേവന്മാർക്കിടയിലും നിന്നെ കടത്തിവെട്ടാൻ ഒരുവനില്ല. നീ ശ്രേഷ്ഠനായിട്ടുള്ള ധനുർധാരി തന്നെയാണ്. ക്ഷത്രിയന്മാർക്കിടയിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവ് അർജുന നീ തന്നെയാണ് എന്ന് മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ഒരു സന്യാസി പറയുന്നുണ്ട്. ആ ഒരു
പാവം സന്യാസി ആരാണെന്നറിയോ? പരമശിവൻ. പരമശിവനാണ് ഇത് അർജുനനോട് പറയുന്നത്. വനപർവ്വത്തിൽ വെച്ചിട്ട് അർജുനനോട് പരമശിവൻ പറയുന്നതാണ്. ഇത് വ്യാസമഹാഭാരതത്തിൽ അതുപോലെയുണ്ട്. പരമശിവൻ നമുക്കറിയാം, പുരാണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ ഗുരുവാണ്. ഒരു ഗുരു ഒരുവൻ ടോപ്പാണെന്ന് പറയണമെങ്കിൽ അത്രയും അവനെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടേ ടോപ്പാണെന്ന് പറയുള്ളൂ. ഗുരുക്കന്മാരുടെ ഗുരുവായ മഹാഗുരുവായ ആദിഗുരു മഹാദേവനാണ് പറഞ്ഞേക്കുന്നത് അർജുനൻ ടോപ്പാണെന്ന്. ഞാൻ എഗെയിൻ പറയുന്നു, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ പൊക്കിപ്പിടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അയാൾ മാത്രമാണ് കിടിലം, ബാക്കി എല്ലാവരും മോശക്കാരെന്നൊന്നും പറഞ്ഞു കളയരുത്. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടു. എന്താണെന്ന് വെച്ചാൽ, കർണന് പേടി എന്ന് പറഞ്ഞൊരു സാധനമില്ല. കർണൻ ആരെയും പേടിക്കാറില്ല. അതെന്താ കർണന് പേടിയൊന്നുകൂടെ? മഹാഭാരത യുദ്ധഭൂമിയിൽ കർണൻ പലതവണ പേടിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പല സമയങ്ങളിൽ കർണന് ധൈര്യം ചോർന്നിട്ട് ശാല്യൻ കർണനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് വ്യാസമഹാഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, അർജുനൻ തളർന്ന് തേർത്തട്ടിലിരുന്നത് പോലെ എപ്പോഴൊക്കെയോ കർണനും തളർന്നു പോയിട്ടുണ്ട്. ഈ കൗരവരുണ്ടല്ലോ, 2 ചാവേറുകളെ അർജുനനെ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ചാവേറുകളാണ് പല സമയങ്ങളിലും അർജുനനെ ഫൈറ്റ് ചെയ്ത് യുദ്ധഭൂമിയിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ സമയങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വ്യാസമഹാഭാരതത്തിൽ കർണൻ പറയുന്നൊരു ഡയലോഗുണ്ട്. ഈ കൗരവപക്ഷത്തിലുള്ള രാജകുമാരന്മാരോടും രാജാക്കന്മാരോടും, വിജയധനുസാണ് കയ്യിലിരിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അർജുനനെ ആക്രമിച്ചാലും ആക്രമിക്കുന്ന ആ ഗ്യാപ്പിൽ ഞാൻ അവനെ വീഴ്ത്താം എന്നിവരെ പറയുന്നുണ്ട്. ഇതെല്ലാം ടാക്ടിക്സ് ആണ്. എനിക്ക് തോന്നുന്നു അർജുനനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തവണ കർണൻ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിയിട്ടുള്ള ആൾ കർണനാണ്. ഞാൻ ഇത്രമാത്രം പറയാം, കർണനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നറിയാം. എനിക്കും കർണനെ ഇഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല. പല സന്ദർഭങ്ങളിലും നമ്മൾ ഈ ഒരു വ്യാസമഹാഭാരതം വായിച്ച് അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ കർണനെക്കുറിച്ച് നമ്മൾ വിചാരിച്ച് വെച്ചേക്കുന്ന പല ഇമേജുകളും തകർന്നു പോകുന്ന പല കാര്യങ്ങളും കർണൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഭീമന് ചെറുപ്പത്തിൽ വിഷം കൊടുക്കാനായിട്ട് ദുര്യോധനൻ നിന്നപ്പോൾ കർണനും കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ദുര്യോധനൻ്റെ പല പരിപാടികൾക്കും കർണൻ ഐഡിയ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കർണൻ വളരെ മോശമായിട്ടുള്ള രീതിക്ക് നമ്മുടെ കേരളത്തിനെ പോലും അപമാനിച്ച് സംസാരിക്കുന്ന ഇൻസ്റ്റൻസ് വ്യാസമഹാഭാരതത്തിൽ വരുന്നുണ്ട്. ജസ്റ്റ് സെയിങ് കേട്ടോ. കാരണം ഇന്നാൾ ടോപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല. മഹാഭാരതത്തിൽ എല്ലാവരും ഗ്രേ ഷെയ്ഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അവർ പല സന്ദർഭങ്ങളിലും അവർക്ക് പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്നാൾ മാത്രമാണ് ടോപ്പെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്ന് പറയാനായിട്ടാണ് എടുത്തിട്ടത്. ഇനി അർജുനന് മേൽ ചാർത്തപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കുറ്റമെന്ന് പറയുമ്പോഴത്തേക്കും കർണനെ കൊന്നതാണ്. എങ്ങനെയാണ്? തേർത്തട്ടിലല്ല, തേരിൽ നിന്ന് താഴെ ഇറങ്ങി നിന്ന ഒരു യോദ്ധാവിനെയാണ് അർജുനൻ ആക്രമിച്ചത്. അത് നല്ല ക്വാളിറ്റി അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ അർജുനൻ പിറക്കെ നിന്നാണ് കർണനെ അമ്പെയ്തതെന്ന് പറയുന്നുണ്ട്. കർണനും പിറക്കെ നിന്ന് അമ്പെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഒരിക്കൽ അർജുനനും കർണനും യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ കർണൻ്റെ അസ്ത്രപ്രയോഗത്തിന് മുന്നിൽ അർജുനൻ്റെ തേര് ചെറുതായിട്ടൊന്ന് പൂഴ്ന്നു പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അർജുനൻ അവിടെ നിന്നുകൊണ്ട് കർണൻ്റെ അസ്ത്രപ്രയോഗത്തിനെ എതിർത്തുകൊണ്ടിരുന്നു. ഈ ടൈമിൽ ശ്രീകൃഷ്ണൻ ഈ തേരിൽ നിന്ന് ചാടി താഴെ ഇറങ്ങിയിട്ട് ഈ തേര് പിടിച്ച് പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം തറയിൽ നിന്ന് തേര് പൊക്കിക്കൊണ്ടിരുന്ന ശ്രീകൃഷ്ണന് നേരെയും കർണൻ അമ്പെയ്തിട്ടുണ്ട്. തേരിൽ നിന്ന് താഴെ ഇറങ്ങി നിന്ന സാരഥിയായ ശ്രീകൃഷ്ണന് നേരെ കർണന് അമ്പെയ്യാമെങ്കിൽ തേരിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുന്ന കർണനെ അന്തസ്സായിട്ട് അർജുനനും അമ്പെയ്യാം. എഗെയിൻ യുദ്ധഭൂമിയാണ്, അവിടെ നീതിന്യായമൊക്കെ നോക്കുന്നതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. അത് ഇവിടെയും ബാധകമാണ് കേട്ടോ. അർജുനൻ്റെ കാര്യത്തിലും ബാധകമാണ്. ഇനി അടുത്തത്, അർജുനൻ ഒരു മഹാനായകനാണോ, ഒരു നല്ല യോദ്ധാവാണോ, വെറും ഭാഗ്യം കൊണ്ട് മാത്രം അല്ലെങ്കിൽ വെറും ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണോ മഹാഭാരതത്തിലെ ഗ്രേറ്റ് ആയിട്ടുള്ള യോദ്ധാവെന്ന് പറയുന്നത് എന്നറിയാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വനപർവ്വത്തിൽ വെച്ച് പരമശിവനുമായിട്ടുള്ള അർജുനൻ്റെ ആ ഒരു സംഭവമാണ്. അർജുനൻ പരമശിവനിൽ നിന്ന് പാശുപതാസ്ത്രം നേടിയെടുക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള തപസ്സനുഷ്ഠിക്കുന്നു. ആ സമയത്ത് അവിടെ ഒരസുരൻ പന്നിയുടെ രൂപമെടുത്ത് വന്നപ്പോൾ അർജുനൻ ആ പന്നിക്ക് നേരെ അമ്പോങ്ങുന്നു. ഈ അമ്പോങ്ങിയ സമയത്ത് അവിടെ ഒരു കിരാതൻ്റെ കൂടെ, അതായത് കാട്ടാള വേഷം ധരിച്ചൊരു കിരാതൻ്റെ കൂടെ കാട്ടാള വേഷം ധരിച്ചൊരു കാട്ടാള സ്ത്രീയും വന്നു. ഈ ഒരു കിരാതൻ്റെ പത്നിയുടെ കൂട്ടത്തിൽ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കിരാതൻ ആ സമയത്ത് അർജുനനോട് പറഞ്ഞു, ഹേ യോദ്ധാവേ, ആ ഒരു പന്നിക്ക് നേരെ ഞാനാണ് ആദ്യം അസ്ത്രം ഓങ്ങിയത്, ഞാൻ തന്നെ എയ്യും, നീ എയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ അർജുനൻ അമ്പ് ചെയ്യാൻ ഒരുങ്ങി. പക്ഷേ അർജുനൻ അമ്പ് ചെയ്ത ആ ഗ്യാപ്പിൽ, സ്പോട്ടിൽ ഈ കിരാതൻ ഈ ഒരു പന്നിയെ അമ്പ് ചെയ്തായിരുന്നു. അപ്പോൾ 2 പേരുടെ വില്ലും ഒരുമിച്ചാണ് ഈ പന്നിയുടെ ദേഹത്ത് തറച്ചത്.
ഈ കിരാതൻ അയച്ച അമ്പ് കുറച്ച് മുമ്പെത്തിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവർക്കിടയിലൊരു വാഗ്വാദം ഉണ്ടാകുന്നു. ആ വാഗ്വാദത്തിന് ശേഷം കിരാതൻ പറയുന്നു, ഓ നീ ഭയങ്കര വലിയ യോദ്ധാവാണല്ലോ. ഈ കിരാതൻ വന്നിട്ട് മഹാദേവനായിരുന്നു, പരമശിവൻ തപസ്സിൽ സംപ്രീതനായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു തപസ്സിൽ സംപ്രീതനായിട്ടാണ് പരമശിവൻ അവിടെ വന്നത്. അപ്പോൾ എന്നിട്ട് പരമശിവൻ അർജുനനോട് പറഞ്ഞു, നീ ഭയങ്കര വലിയ യോദ്ധാവല്ലേ, നിൻ്റെ കയ്യിരിക്കുന്നത് എന്തോ വലിയ ഗാന്ധീവമാണെന്നൊക്കെയല്ലേ നീ പറയുന്നേ, അത് നീ ഒന്ന് ഗാന്ധീവ് എനിക്ക് നേരെ പ്രയോഗിക്കും, ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. അർജുനൻ ചറപറ ഗാന്ധീവ് എടുത്തിട്ട് ഇങ്ങനെ അമ്പ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കിരാതൻ്റെ ദേഹത്ത് ചില അമ്പുകൾ ഒഴുകുന്നു, അത് തട്ടിക്കളയുന്നു, ഒഴിഞ്ഞു മാറുന്നു. ചറപറ കിരാതൻ അങ്ങോട്ട് അമ്പുകൾ അയക്കുന്നു. അർജുനൻ അന്തം വിട്ടുപോയി, ഇതെന്തുവാ സംഭവിക്കുന്നത്? എന്നിട്ട് പെട്ടെന്ന് ക്ഷണനേരം കൊണ്ട് കിരാതൻ അങ്ങ് അടുത്ത് ചെന്നിട്ട് അർജുനൻ്റെ കയ്യിലിരുന്ന ഈ അമ്പുണ്ടല്ലോ, ഈ ഗാന്ധീവുണ്ടല്ലോ, ഗാന്ധീവും വലിച്ചെടുത്തിട്ട് അങ്ങ് ദൂരെ കളഞ്ഞു. ഇങ്ങനൊരു പരിപാടി ചെയ്തു. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അർജുനൻ തൻ്റെ സ്വർണ്ണപ്പിടിയുള്ള വാളെടുത്തിട്ട് കിരാതൻ്റെ തലയ്ക്ക് അടിച്ചു. അപ്പോൾ അടിച്ചപ്പോഴത്തേക്കും മറ്റേ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് അടിച്ചു. അപ്പോൾ അടിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു മുറിവുണ്ടായി, പക്ഷേ വാള് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് കണ്ട് അർജുനൻ പേടിച്ചിട്ട്, എൻ്റെ ഭഗവാനെ ഇയാളിത് ആര് എന്നിങ്ങനെ അന്തം വിട്ടുപോയി. പിന്നെ കല്ലുകൊണ്ടുള്ള യുദ്ധമായി, വടി കൊണ്ടുള്ള യുദ്ധമായി, മുഷ്ടി കൊണ്ടുള്ള യുദ്ധമായി. അർജുനൻ്റെ ദേഹം മുഴുവനും രക്തമായി, ഇടികൊണ്ട് ഭാഗം എല്ലാം കരുനീതിച്ച് കിടക്കുന്നു. എന്നിട്ടും അർജുനൻ കരഞ്ഞുകൊണ്ട് എണീച്ചു വരുന്നു. ഇത് കണ്ടിട്ട് പരമശിവൻ, ഇവൻ ഇപ്പോഴും നിർത്താൻ സാധ്യതയില്ല, ഇനി അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് പോയാൽ ചിലപ്പോൾ എനിക്ക് ഇവനെ കൊല്ലേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അർജുനൻ്റെ കഴുത്തിനും ഇടുപ്പിനും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ ഏറങ്ങെറിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വീണ അർജുനൻ, നമ്മുടെ എൻ്റെ സിനിമയിൽ പറയുന്നിടക്ക് എൻ്റെ ഡാഡി ഇതറിഞ്ഞുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് അവിടെ മണ്ണ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാർത്ഥിവ ശിവലിംഗം. മണ്ണുകൊണ്ടുണ്ടാകുന്ന ശിവലിംഗത്തിനാണ് പാർത്ഥിവലിംഗം എന്ന് പറയുന്നത്. ഈ ഒരു പാർത്ഥിവ ശിവലിംഗത്തിൽ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പൂവിട്ടപ്പോഴത്തേക്കും അർജുനൻ കാണുന്ന കാഴ്ച, ശിവലിംഗത്തിലിടുന്ന പൂവ് ഈ കിരാതൻ്റെ കൂടെ നിൽക്കുന്ന വൈഫിൻ്റെയും ദേഹത്ത് വന്ന് വീഴുന്നു. അന്തം വിട്ടിട്ട് അർജുനൻ നേരെ ചെന്നിട്ട് ഭഗവാന്റെ അടുത്ത് തൊഴുത് ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ മഹാദേവൻ അർജുനനെ എണീപ്പിച്ച് നിർത്തി. എന്നിട്ട് അഭിമാനത്തോടു കൂടി അർജുനനോട് പറഞ്ഞു, നീ ശ്രേഷ്ഠനായിട്ടുള്ളൊരു യോദ്ധാവ് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ സെൻറ്റൻസ് മഹാദേവൻ എവിടെയാണ് പറയുന്നത്? ഭൂമിയിൽ ദൈത്യന്മാർക്കും ദേവന്മാർക്കും മനുഷ്യന്മാർക്കുമിടയിൽ നിന്നെക്കാട്ടിയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരുവനില്ല അർജുന. ക്ഷത്രിയന്മാർക്കിടയിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവാണ് നീ. അതുകൊണ്ട് നിനക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയുന്ന, പല ദേവന്മാർക്ക് പോലും അറിഞ്ഞുകൂടാത്ത എൻ്റെ കയ്യിലെ ആ പാശുപതാസ്ത്രം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർജുനന് പാശുപതാസ്ത്രത്തിൻ്റെ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ചിന്ത കൊണ്ടോ ശബ്ദം കൊണ്ടോ വില്ല് കൊണ്ടോ നിനക്ക് തൊടുക്കാൻ കഴിയുന്നതാണ്. അതിശക്തമായിട്ടുള്ള ഈ അസ്ത്രമുള്ള നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നിന്നെ വെല്ലാൻ ഒരുവനില്ല എന്ന് പരമശിവൻ തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് കൺഫ്യൂഷൻ വേണ്ട അല്ലേ? ഭീഷ്മർ പറയുന്നുണ്ട്, മഹാഭാരതത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആളാണ് ഭീഷ്മർ ഒരു വര വരച്ച ആ വരയ്ക്കപ്പുറം ഒരു ക്ഷത്രിയനും കിടക്കത്തില്ല. അത്രത്തോളം ആ ഒരു അതോറിറ്റി പവറുള്ള ആളാണ് ഭീഷ്മർ. സർവ്വശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവാണ് ഭീഷ്മർ. ആ ഭീഷ്മർ പോലും പറയുന്നുണ്ട് അർജുനൻ അജയ്യനാണെന്ന്. അപ്പോൾ ഇനി ആദ്യം പറഞ്ഞ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാം. അർജുനൻ മഹായോദ്ധാവാണോ മഹാനായകനാണോ? അർജുനൻ ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവ് തന്നെയാണ്, അല്ലാതെ മോശക്കാരനോ കഴിവില്ലാത്തവനോ ദുഷിച്ച സ്വഭാവമുള്ള ആളോ ഒന്നുമല്ല. അയാൾക്ക് ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അതുകൊണ്ടാണ് അയാളെ നായകനായി കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ സീരിയലുകൾ നമ്മൾ കാണുമ്പോഴത്തേക്കും സീരിയലിൽ പല സമയങ്ങളിലും പല കഥാപാത്രങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ച 2 കഥാപാത്രങ്ങളാണ് അർജുനൻ, മറ്റൊന്ന് അശ്വത്ഥാത്മാവ്. അശ്വത്ഥാത്മാവ് നമ്മൾ സീരിയലുകളിൽ കണ്ടൊരു കഥാപാത്രമേ അല്ല. അയാൾ അത്ര ക്രൂരനോ ദുഷ്ടനോ ഒന്നും അല്ലായിരുന്നു. ഭയങ്കര ജ്ഞാനിയായിരുന്നു, ഒരുപാട് ക്വാളിറ്റിയുള്ള ആളായിരുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഓടി നടന്ന് കൗരവന്മാരെ രക്ഷിച്ച ആളായിരുന്നു അശ്വത്ഥാത്മാവ്. അശ്വത്ഥാത്മാവിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ഈ മഹാഭാരതം സീരീസിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ റിയൽ സ്റ്റോറി എക്സ്പ്ലനേഷൻ, പിന്നെ മൂവി എക്സ്പ്ലനേഷൻ, ചരിത്രം, ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാരലായിട്ട് കൊണ്ടുപോകുന്ന 2 സീരീസാണ് ക്യാരക്ടർ അനാലിസിസ് സീരീസും മഹാഭാരതത്തിൻ്റെ സീരീസും. അതിലെ അടുത്ത എപ്പിസോഡ്, മഹാഭാരതം സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് അശ്വത്ഥാത്മാവിനെ കുറിച്ചായിരിക്കും. കാരണം അയാൾ നല്ലൊരു യോദ്ധാവ് തന്നെയാണ്. ആകപ്പാടെ ജീവിതത്തിൽ അവസാന സമയങ്ങളിൽ ചെയ്ത ഒരു തെറ്റ് കാരണമാണ് അയാൾ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഈ മാസം 30 വരെ മാത്രമേ ഇതെടുക്കാനായിട്ടുള്ള ടൈമുള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് NAB എന്ന് പറയുന്നത് 10 രൂപയാണ്. അതുപോലെ തന്നെ 80C പ്രകാരവും 1010D പ്രകാരവുമുള്ള
ടാക്സ് ബെനിഫിറ്റുകളും നിങ്ങൾക്കിതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.